നിങ്ങളൊരു EV യൂസർ ആണെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ടോപ്പ് 5 കാര്യങ്ങൾ. ആദ്യം തന്നെ ഫോണിൽ ഇതേപോലെ ധാരാളം EVയുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്ത് ധാരാളം, അതായത് ഇപ്പോൾ ഗോയിസിന്റെ EV ഒക്കെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ചാർജസ് ആണ് അവൈലബിൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് പ്ലഗ് ഷെയർ. ഈ പ്ലഗ് ഷെയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഏതൊക്കെ ചാർജിങ് പോയിന്റ്സ് ഉണ്ടെന്ന് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. മൂന്നാമതായി, നിങ്ങൾ എങ്ങനെ ഒരു EV ഓടിക്കേണ്ടതെന്ന് കറക്റ്റ് പഠിക്കണം. അതായത് ഇപ്പം നിങ്ങളൊരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാർ ഓടിക്കുന്ന പോലെ അല്ല നിങ്ങൾ EV യൂസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് റീജനറേഷൻ നടന്നാൽ മാത്രമേ കമ്പനി പറയുന്ന മൈലേജ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. റീജനറേഷൻ മാക്സിമം യൂസ് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക. നാലാമതായി, ഏറ്റവും കൂടുതൽ EV യൂസേഴ്സിനെ അലട്ടുന്ന ഒരു വളരെ വലിയൊരു സംഭവമാണ് റേഞ്ച് ആൻസൈറ്റി. സോ ബേസിക്കലി ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, എപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി പുറത്തിറക്കുന്നോ 100% ഓഫ് സ്റ്റേറ്റ് ഓഫ് ചാർജ് നടക്കാൻ ശ്രമിക്കുക. ആൻഡ് റേഞ്ച് ആൻഷ്യസ് ആവാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞത്